എൻ്റെ പേര് രശ്മി. ഞാനിപ്പോൾ PWD 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ഹോളിമാത അക്കാദമിയിലാണ് ഞാൻ PSC കോച്ചിങ്ങിനായിട്ട് വന്നത്. എൻ്റെ കൂടെ പഠിച്ചവരിൽ ഇപ്പോൾ PSC കോച്ചിങ്ങിന് വന്നതിൽ ഭൂരിഭാഗം പേരും എല്ലാവരും ഞാൻ അറിയുന്ന എല്ലാവരും പല പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ജോലിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മോട്ടിവേഷൻ കിട്ടിയത് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും നമുക്കറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സാറ് അതിൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞുതരും. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ PSCക്ക് പഠിക്കുന്ന പോലെ തന്നെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് മാത്രമല്ല സാർ ക്ലാസ് എടുക്കാറ്. അതിൻ്റെ പാരഗ്രാഫ് മൊത്തമായിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്തിലാണ് സാറ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ് ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് മടി കൂടാതെ എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ PSCക്ക് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് പേര് കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു. അപ്പോൾ ഒരു 3 മാസത്തോളം എക്സാമിന് തൊട്ട് മുമ്പ് 3 മാസത്തോളം കണ്ടിന്യൂസ് ഫുൾ ടൈം, അതായത് രാവിലെ തുടങ്ങി ഉച്ച വരെ ഞങ്ങൾക്ക് PSC ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് പിടിക്കും. ഞങ്ങൾ ഉച്ച തുടങ്ങി വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു. അപ്പോൾ ചില ദിവസങ്ങൾ സാറും ഇരിക്കാറുണ്ട്, സാറ് പറഞ്ഞു തരാറുണ്ട്, സാറ് പറയാറുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ അതേപോലെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറ് ഞങ്ങൾക്കതിന്. എനിക്ക് ഈ ജോലിയിൽ കയറാൻ സാധിച്ചത് എൻ്റെ മാത്രം പ്രയത്നം കൊണ്ടല്ല. ഹോളിമാത എന്ന് പറഞ്ഞ അക്കാദമിയിൽ PSCക്ക് ചേരാൻ തോന്നിയതും സാറിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പറ്റിയതിലും അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസ് കുറച്ച് പേര് അവരുടെ നല്ലൊരു സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു സ്വപ്നം ആയ ഈ ഒരു ജോലി എനിക്ക് ലഭിച്ചത്. PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്ത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എക്സാമിന് തൊട്ട് മുമ്പ് ഒരു 3 മാസമെങ്കിലും ചുരുങ്ങിയ ഒരു കാലയളവിൽ നമ്മൾ ലീവ് എടുക്കുക. ലീവ് എടുത്തതിന് ശേഷം എക്സാം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 100% നമുക്ക് ആ ജോലി കിട്ടുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും അവർ ഏത് ജോലിക്ക് വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് ആ ജോലി തന്നെ അവർക്ക് കിട്ടട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ടു ഓൾ.